പുസ്തകാസ്വാദനം സുൽത്താൻ വീട് അവതരിപ്പിക്കുന്നത് നബീസ സേതു. സുൽത്താൻ വീട് ഒരു കുളത്തിന് ചുറ്റും താമസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മതപരമായ ജീവിത മുഹൂർത്തങ്ങളാണ് സുൽത്താൻ വീട് എന്ന ഈ നോവലിൻ്റെ കാതൽ. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ കോഴിക്കോട്ടെ കോയ മുസ്ലിങ്ങളുടെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രമാണ് വാസ്തവത്തിൽ ഈ നോവൽ. ഇതിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമുണ്ട്, സ്വാതന്ത്ര്യ സമരമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കമുണ്ട്, മതപരിഷ്കരണങ്ങളുണ്ട്. പാരമ്പര്യത്തെ മുറുകെ പിടിച്ച ഒരു ജനത അവരുടെ മാറ്റങ്ങൾ കേവലം ഒരു വ്യക്തിയുടെ പുരോഗമനത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചിടുന്നു. അറബികളുമായുള്ള വ്യാപാര ബന്ധങ്ങളിലേർപ്പെട്ട് പ്രമാണിമാരായ പലരും അക്കാലത്ത് കോഴിക്കോടുണ്ടായിരുന്നു. അറബികൾ ഇവിടുത്തെ ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ചുണ്ടായ തലമുറയാണ് കോയ മുസ്ലിങ്ങൾ എന്നും നിഗമനമുണ്ട്. അങ്ങനെ പ്രമാണിയായ ഒരാളാണ് സുൽത്താൻ വീട് എന്ന വലിയ തറവാടുണ്ടാക്കുന്നത്. ആ തറവാട്ടിൽ 100-ൽ പരം അംഗങ്ങൾ താമസിച്ചിരുന്നു. പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതപരമായ ചടങ്ങുകളും എല്ലാം ആചരിക്കുന്ന ഇവർ കാലം കടന്നു പോകുന്നതറിയാതെ ജീവിച്ചവരാണ്. കാതുകുത്ത് കല്യാണം, സുന്നത്ത് കല്യാണം, പ്രസവത്തോടനുബന്ധമായ ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ എല്ലാം മുറപോലെ നടത്തുന്ന ഒരു ജനവിഭാഗം. ഈ ഒരു വീടിൻ്റെ കഥയിലൂടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ കഥ കൂടി പറയാനും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാനും നോവലിസ്റ്റായ P.A. മുഹമ്മദ് കോയ ശ്രമിക്കുന്നുണ്ട്. ഉമ്മർ കോയ എന്ന കുട്ടിയുടെ കഥാപാത്രത്തിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നത്. അവനും അവൻ്റെ അനിയത്തി തിത്തീബിയും അനാഥരാണ്. ഉമ്മുമ്മയുടെ അനിയത്തിയായ പാത്തുമ്മയി താത്തയാണ് അവരെ സംരക്ഷിക്കുന്നത്. പണമില്ലാത്തതിൻ്റെ പേരിൽ പല യാതനകളും കുടുംബത്തിനകത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഉമ്മർ കോയ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന ചിന്തയിൽ തറവാടിന് ചേരാത്ത ഒരു ജോലിക്ക് പോകുന്നു. ഒരു അമുസ്ലിമിൻ്റെ അലക്കു കമ്പനിയിൽ ജോലി. മീൻ വിൽപ്പനയും അലക്കു ജോലിയും തറവാടികൾക്ക് നിഷിദ്ധം. അതോടെ അവൻ കാരണവന്മാരുടെ കണ്ണിൽ കരടാവുകയാണ്. സുഹൃത്തും വഴികാട്ടിയുമായ മൊയ്തീൻ മാഷാണ് അറിവിൻ്റെ ലോകത്തേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്നത്. പിന്നീട് പേപ്പർ വായന തുടങ്ങുന്നു. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്. AKജിയുടെ പട്ടിണി ജാഥയും ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹവും ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതും സൈമൺ കമ്മീഷനുമെല്ലാം ഈ പേപ്പർ വായനയിലൂടെ അവനിലേക്ക് എത്തുകയാണ്. മതപരമായ പല അനീതികളെയും അവൻ ചോദ്യം ചെയ്യുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇത് കിതാബിലുണ്ടോ എന്ന ചോദ്യത്തോടെ അവൻ്റെ ശക്തി പല സ്ഥലത്തും പ്രകടമാക്കുന്നുണ്ട്. പണവും മതവും എന്ന 2 അധികാര കേന്ദ്രങ്ങളാണ് സുൽത്താൻ വീടിനെ ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഉമ്മർ കോയ പുതിയ ജോലിയിലേക്ക് എത്തുകയും കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. ക്രമേണ സുൽത്താൻ വീട് ജീർണമാവുകയും പഴയ പല പുലികളും സാമ്പത്തികമായി താഴെയാവുകയും ചെയ്യുന്നു. പഴയ പാനൂസ് വിളക്കിൻ്റെ സ്ഥാനത്ത് ഇലക്ട്രിക് ബൾബുകൾ പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. തറവാടിൻ്റെ സുവർണ കാലഘട്ടങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നവരെ കവച്ചു വെച്ചുകൊണ്ട് ഉമ്മർ കോയ പുതിയ വീട് വെച്ച് താമസം തുടങ്ങാൻ പോകുന്നതോടെ നോവൽ അവസാനിക്കുകയാണ്.